Welcome students, welcome to online lecture class of AET. Today we are going to discuss the topic plane solution. Usually waves are means of transporting energy or information. We transport energy or information with the help of wave. A wave is a function of space and time. എപ്പോഴും ഒരു സ്പേസിൻ്റെയും ടൈമിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഒരു വേവിനെ നമ്മൾ പറയുന്നത്. ഒരു വേവ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ വേവ് ആണെങ്കിൽ ആ വേവിന് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഈ രണ്ടും ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഇലക്ട്രിക് ഫീൽഡും ഈ മാഗ്നറ്റിക് ഫീൽഡും റിമെയിൻസ് സെയിം ത്രൂ ഔട്ട് ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ വേവിനെ നമുക്ക് പ്ലെയിൻ വേവ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണിത്. റൈറ്റ്. ഓക്കെ, ഫ്രം മാക്സ്വെൽസ് ഇക്വേഷൻ, നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി എന്നാണ്. ഇനി രണ്ട് സൈഡിലും നമ്മൾ കേൾ എടുക്കുന്നു. കേൾ എന്ന് പറയുമ്പോൾ ക്രോസ് പ്രൊഡക്റ്റ്. അപ്പം ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഡോ ബൈ ഡോ ടി, ബ്രാക്കറ്റിനകത്ത് എച്ചിൻ്റെ കൂടെ ഡെൽ ക്രോസ് എച്ച് കൊടുത്തു. ഇനി ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്യുമ്പം അതൊരു ജനറൽ ഇക്വേഷനാണ്, കാണാതെ പഠിക്കണം. ഡെൽ ക്രോസ് ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ ഇ എന്നാണ്. അപ്പോൾ അത് ഡെൽ ക്രോസ് എ എന്നോ ബി എന്നോ സി എന്നോ ഇ എന്നോ എന്ത് വന്നാലും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു എക്സ്പ്രഷനാണ് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ ഡോട്ട് ഇ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്കുണ്ട് മൈനസ് മ്യൂ ഡോ ബൈ ഡോ ടി ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഡെൽ ക്രോസ് എച്ച്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫസ്റ്റ് ടേം, അതായത് ഡെൽ ക്രോസ് ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്ന ടേം 0 ആണ്. അങ്ങനെയാണെങ്കിൽ അവശേഷിക്കുന്ന ടേം ഏതാണ്? മൈനസ് ഡെൽ സ്ക്വയർ ഇ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഡോ ബൈ ഡോ ടി ബ്രാക്കറ്റിനകത്ത് ഡെൽ ക്രോസ് എച്ച്. ഇനി മാക്സ്വെൽസിൻ്റെ തേർഡ് ഇക്വേഷൻ എന്നറിയാം, ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് ഡോ ഇ ബൈ ഡോ ടി ആണ്. അത് തൊട്ട് മുകളിലുള്ള ഇക്വേഷനിൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? മൈനസ് ഡെൽ ക്രോസ് ഇ ഈക്വൽ മൈനസ് മ്യൂ ഡോ ബൈ ഡോ ടി ബ്രാക്കറ്റിനകത്ത് അബ്സല്യൂട്ട് ഡോ ഇ ഡിവൈഡഡ് ബൈ ഡോ ടി എന്ന് വരും. രണ്ട് സൈഡിലുള്ള മൈനസ് സൈൻ ക്യാൻസൽ ചെയ്ത് പോകുമ്പം നമുക്ക് കിട്ടും ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ അബ്സല്യൂട്ട് ഡോ സ്ക്വയർ ഇ ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ബേസിൽ ഈ ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഡെൽ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു മ്യൂ അബ്സല്യൂട്ട് ഡോ സ്ക്വയർ എച്ച് ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ. ഇതാണ് നിങ്ങളുടെ വേവ് ഇക്വേഷൻ. അപ്പം ഈ വേവ് ഇക്വേഷനകത്ത് നമ്മൾ കുറച്ച് കൂടുതൽ അസംഷൻസ് കൊടുക്കുകയാണ്. അതായത് വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ വി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ ഇൻറ്റു അബ്സല്യൂട്ട്. അപ്പം എപ്പോഴും പ്രോബ്ലത്തിനകത്ത് വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ ഇൻറ്റു അബ്സല്യൂട്ട്. ഇനി മ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ ആണ്. മ്യൂ ആർ റിലേറ്റഡ് പെർമിറ്റിവിറ്റിയും മ്യൂ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. അതുപോലെ തന്നെ എന്താ അബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് 0 ഇൻറ്റു അബ്സല്യൂട്ട് ആർ എന്ന്. ഇനി അതിനകത്ത് തന്നെ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ 0 അബ്സല്യൂട്ട് 0 ഈസ് ഈക്വൽ ടു സി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? വി ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ ആർ എപ്സിലോൺ ആർ. അതല്ലെങ്കിൽ ഇക്വേഷനെ മോഡിഫൈ ചെയ്തെഴുതാം സി ബൈ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ എപ്സിലോൺ ആർ. അപ്പോൾ ഇത് പ്രോബ്ലത്തിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലത്തിൽ മ്യൂ ആറും എപ്സിലോൺ ആറും സിയും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി പ്ലെയിൻ വേവ് സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ആൻറ്റിന എമിറ്റ് ചെയ്യുന്ന വേവ്സ് പ്ലെയിൻ വേവ്സ് ആയിരിക്കും. അപ്പോൾ പ്ലെയിൻ വേവ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഹൂസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് റിമെയിൻ സെയിം ഓർ വിൽ നോട്ട് ചേഞ്ച് ത്രൂ ഔട്ട് പ്രൊപ്പഗേഷൻ്റെ സമയത്തെ പീരീഡിലെല്ലാം തന്നെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സ്റ്റഡിയായിട്ട് നിൽക്കുന്ന വേവ്സിന് പറയുന്ന പേരാണ് പ്ലെയിൻ വേവ്സ്. അപ്പോൾ ഈ പ്ലെയിൻ വേവ്സ് പല മീഡിയത്തിലൂടെ കടന്നു പോകും. ഒന്നാമത് ഫ്രീ സ്പേസ്, രണ്ടാമത്തത് ലോസ്ലെസ് ഡൈഇലക്ട്രിക്, മൂന്നാമത് ലോസി ഡൈഇലക്ട്രിക്, നാലാമത്തത് ഗുഡ് കണ്ടക്ടർ.
അപ്പം ഈ പ്ലെയിൻ വേവ്സ് ഈ മീഡിയത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പം ഓരോ കേസിലും ഇതിൻ്റെ പ്രോപ്പർട്ടിക്ക് ചില മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ എപ്പോഴും ഏത് കണ്ടീഷൻ എടുത്താലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന 3 പാരാമീറ്റർ ഉണ്ട്: ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ആൽഫ എന്ന് പറയുന്നത് അറ്റുനേഷൻ ഫാക്ടർ, ബീറ്റ എന്ന് പറയുന്നത് ഫേസ് ഫാക്ടർ, ഗാമ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഫാക്ടറാണ്. ഓക്കെ, ആൽഫ, ബീറ്റ, ഗാമ ശ്രദ്ധിച്ചോണം, പ്രോബ്ലത്തിൽ ചോദിക്കും. അപ്പം ഗാമ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റയാണ്. ഞാനിത് നോട്ട്സിനകത്ത് എഴുതിയിട്ടില്ല. ആൽഫ അറ്റുനേഷൻ ഫാക്ടറാണ്, ബീറ്റ ഫേസ് ഫാക്ടറാണ്, ഗാമ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അറ്റുനേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ അറ്റുനേഷൻ ഫാക്ടർ, ഫേസ് ഫാക്ടർ അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഫാക്ടർ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്, എങ്ങനെ വേണമെങ്കിലും പറയാം. ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ അറ്റുനേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ബീറ്റ ഫേസിനെ പറയുന്നു, ഗാമ പ്രൊപ്പഗേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് മൂന്നും കണ്ടുപിടിക്കാൻ സാധാരണ രീതി പ്രോബ്ലത്തിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 4 കണ്ടീഷൻസ് നമ്മൾ പറയുമ്പം ഈ 4 കണ്ടീഷൻസിനകത്തും ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയൊക്കെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഈ 4 ഫ്രീ സ്പേസ് ഉണ്ട്, ലോസ്ലെസ് ഡൈലക്ട്രിക് ഉണ്ട്, ലോസി ഡൈലക്ട്രിക് ഉണ്ട്, ഗുഡ് കണ്ടക്ടർ ഉണ്ട്. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ലോസി ഡൈലക്ട്രിക്കാണ്. അപ്പോൾ ലോസി ഡൈലക്ട്രിക് വഴി നമ്മൾ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇക്വേഷൻസ് കണ്ടുപിടിക്കും. ആ ഇക്വേഷൻസിന് 2-3 കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് കൊടുക്കുമ്പം നമുക്ക് ഫ്രീ സ്പേസിൻ്റെയും ലോസ്ലെസ്സിൻ്റെയും ഗുഡ് കണ്ടക്ടറിൻ്റെയൊക്കെ വാല്യൂസ് കിട്ടും. റൈറ്റ്. അപ്പോൾ ഫ്രീ സ്പേസിൽ സിഗ്മയുടെ വാല്യൂ 0 കൊടുത്തിട്ടുണ്ട്, അബ്സല്യൂട്ടിൻ്റെ വാല്യൂ അബ്സല്യൂട്ട് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, മ്യൂവിൻ്റെ വാല്യൂ മ്യൂ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലോസ്ലെസ് ഡൈലക്ട്രിക്കിൻ്റെ ഉണ്ട്, ലോസി ഡൈലക്ട്രിക്കിനുണ്ട്, ഗുഡ് കണ്ടക്ടറിനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ലോസി ഡൈലക്ട്രിക്കിലോട്ട് പോകാം. ലോസി ഡൈലക്ട്രിക് ഈസ് എ മീഡിയം ഇൻ വിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ലൂസസ് ഇറ്റ്സ് പവർ. ഈ ഡൈലക്ട്രിക് എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് സാധനമാണ്. അപ്പോൾ ഇതിലേക്കൂടെ വേവ് കടന്നു പോകുമ്പം വേവിൻ്റെ പവർ നഷ്ടപ്പെടും, ലോസ് ആവും. അങ്ങനെ ഒരു ഡൈലക്ട്രിക്കിന് പറയുന്ന പേരാണ് ലോസി ഡൈലക്ട്രിക് എന്ന്. അപ്പോൾ അവിടെയും എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാക്സ്വെൽസിൻ്റെ ഇക്വേഷൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ നമുക്ക് മാക്സ്വെൽസിൻ്റെ ഇക്വേഷൻ എഴുതാം. ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ, ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0, ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ ബി, ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ പ്ലസ് ജെ ഒമേഗ ഡി. ഇത് നമ്മൾ എന്താണ് മാക്സ്വെൽസ് ഇക്വേഷനിൽ നിന്ന് പഠിച്ചപ്പം ഉള്ള കാര്യങ്ങളാണ്. ഇനി ഒരു ലോസ്ലെസ് അല്ല, ഒരു ലോസി ഡൈലക്ട്രിക്കിനകത്ത് ഞാൻ റോയുടെ വാല്യൂ 0 ഇട്ട് കൊടുക്കുന്നു, ഇയുടെ വാല്യൂ ഇ എസ് എന്ന് പറഞ്ഞു, എച്ചിൻ്റെ വാല്യൂ എച്ച് എസ് എന്ന് പറഞ്ഞു, ബിയുടെ വാല്യൂ ബി എസ് എന്ന് പറഞ്ഞു, എച്ചിൻ്റെ വാല്യൂ എച്ച് എസ് എന്ന് പറഞ്ഞു, ഡിയുടെ വാല്യൂ ഡി എസ് എന്നും പറഞ്ഞു. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ജെയുടെ വാല്യൂ സിഗ്മ ഇ എസ് എന്നും എഴുതാം. ഇത്രയും മോഡിഫിക്കേഷൻ നമ്മുടെ മുമ്പിലുള്ള ഇക്വേഷൻസിനകത്ത് കൊടുക്കുമ്പം നമുക്കെങ്ങനെ വരും? റോയുടെ വാല്യൂ 0, ഡിയുടെ വാല്യൂ ഡി എസ്. അപ്പോൾ ഡെൽ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 0 വരും. ഇനി ഡി എസ് എന്ന് വെച്ചാൽ എന്താ? അബ്സല്യൂട്ട് ഇ എസ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? ഡെൽ ഡോട്ട് അബ്സല്യൂട്ട് ഇ എസ് ഇസ് ഈക്വൽ ടു 0. അപ്പം അബ്സല്യൂട്ട് 0 ആവത്തില്ല. അപ്പോൾ ഡെൽ ഡോട്ട് ഇ എസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് 0. അതുപോലെ ഡെൽ ഡോട്ട് ബി എസ് ഇസ് ഈക്വൽ ടു 0 ആണ്. ബി എസിന് പകരം മ്യൂ എച്ച് എസ് എന്ന് കൊടുക്കാം. അപ്പോൾ ഡെൽ ഡോട്ട് മ്യൂ എച്ച് എസ് ഇസ് ഈക്വൽ ടു 0. മ്യൂ ഒരിക്കലും 0 ആകത്തില്ല. അപ്പോൾ ഡെൽ ഡോട്ട് എച്ച് എസ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് ഡെൽ ഡോട്ട് ഇ എസ് ഇസ് ഈക്വൽ ടു 0യും ഡെൽ ഡോട്ട് എച്ച് എസ് ഇസ് ഈക്വൽ ടു 0യും ആണ് നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത്. ഇനി നമ്മുടെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. ഡെൽ ക്രോസ് ഇ എസ് മൂന്നാമത്തെ ഇക്വേഷനാണ്. ഡെൽ ക്രോസ് ഇ എസ് ഇസ് ഈക്വൽ ടു മാക്സ്വെൽസിൻ്റെ മൂന്നാമത്തെ ഇക്വേഷൻ. ഡെൽ ക്രോസ് ഇ എസ് ഇസ് ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ ബി എസ്. ബി എസിന് പകരം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മ്യൂ എച്ച് എസ് കൊടുക്കാം. അപ്പോൾ ഡെൽ ക്രോസ് ഇ എസ് ഇസ് ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ മ്യൂ എച്ച് എസ് വരും. ഓക്കെ. ഡെൽ ക്രോസ് എച്ച് എസ് ഇസ് ഈക്വൽ ടു മാക്സ്വെൽസിൻ്റെ ഫോർത്ത് ഇക്വേഷൻ ജെ പ്ലസ് സ്മോൾ ജെ ഒമേഗ ഡി എസ് ആണ്. ഇനി ക്യാപിറ്റൽ ജെക്ക് പകരം സിഗ്മ ഇ എസ് കൊടുക്കാം. ഇനി ഡിക്ക് പകരം അബ്സല്യൂട്ട് ഇ എസും കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ വരും എക്സ്പ്രഷൻ? ഡെൽ ക്രോസ് എച്ച് എസ് ഇസ് ഈക്വൽ ടു സിഗ്മ ഇ എസ് പ്ലസ് ജെ ഒമേഗ അബ്സല്യൂട്ട് ഇ എസ് എന്ന് വരും. റൈറ്റ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുനിന്ന് കോമൺ ആയിട്ടുള്ള ഇ എസ് പുറത്തെടുക്കുമ്പം ഡെൽ ക്രോസ് എച്ച് എസ് ഇസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ അബ്സല്യൂട്ട് ബ്രാക്കറ്റിൻ്റെ വെളിയിൽ ഇ എസ് എന്ന് വന്നു. ഓക്കെ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മാക്സ്വെൽസിൻ്റെ ആദ്യം എഴുതിയ 4 ഇക്വേഷനെ ഈ മോഡിഫൈ ചെയ്ത് നമ്മൾ വീണ്ടും എഴുതുന്നു. ഡെൽ ഡോട്ട് ഇ എസ് ഇസ് ഈക്വൽ ടു 0, ഡെൽ ഡോട്ട് എച്ച് എസ് ഇസ് ഈക്വൽ ടു 0, ഡെൽ ക്രോസ് ഇ എസ് ഇസ് ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ മ്യൂ എച്ച് എസ്, ഡെൽ ക്രോസ് എച്ച് എസ് ഇസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ബ്രാക്കറ്റിന് വെളിയിലായിട്ട് ഇ എസ്.
ഇനി നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ ഞാൻ വീണ്ടും പറയുവാണ്. ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് എ മൈനസ് ഡെൽ സ്ക്വയർ എ എന്ന് പറയുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷനിലോട്ട് കൊടുക്കുകയാണ്. ഏത് ഇക്വേഷനകത്ത്? ഇക്വേഷൻ നമ്പർ സിക്കകത്ത് കൊടുക്കുകയാണ്. അപ്പം ഡെൽ ക്രോസ് എസ് ഈസ് ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ മ്യൂ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഡെൽ ക്രോസ് എച്ച് എസ് വന്നു. ഡെൽ ക്രോസ് എച്ച് എസ് എന്താ? സിഗ്മ പ്ലസ് ജെ ഒമേഗ അബ്സല്യൂട്ട് ഇൻറ്റു ബ്രാക്കറ്റിന് വെളിയിലായിട്ട് ഇ എസ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് ഡെൽ ക്രോസ് ഇ എസ് ഇസ് ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ മ്യൂ അപ്പോൾ ബ്രാക്കറ്റിനകത്ത് സിഗ്മ പ്ലസ് ജെ ഒമേഗ അബ്സല്യൂട്ട് ഇ എസ് എന്ന് വന്നു. ഇനി ഡെൽ ക്രോസ് ഇ എസ് ഇസ് ഈക്വൽ ടു ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ ഇ എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താ വീണ്ടും ഇക്വേഷൻ ലോസി ഡൈലക്ട്രിക് ആകുമ്പോഴത്തേക്കും ലോസി ഡൈലക്ട്രിക്കിനകത്ത് ഇക്വേഷൻ മോഡിഫൈ ചെയ്യുമ്പം നമുക്കെങ്ങനെ എഴുതാം? ഡെൽ ക്രോസ് ഇ എസ് ഇസ് ഈക്വൽ ടു ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ഇ എസ് മൈനസ് ഡെൽ സ്ക്വയർ ഇ എസ് എന്ന് പറയാം. റൈറ്റ്? അതിനകത്ത് ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ഇ എസ് 0 കൊടുത്തു. അപ്പോൾ നേരത്തെ പറഞ്ഞ സെക്കൻഡ് ടൈം മാത്രമാകും. മൈനസ് ഡെൽ സ്ക്വയർ ഇ എസ് ഇസ് ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ ബ്രാക്കറ്റിനകത്ത് സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ഇൻറ്റു ഇ എസ് എന്ന് പറഞ്ഞു. ഇനി ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സംഭവം, അതായത് മൈനസ് ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ഇൻറ്റു ഇ എസ് എന്ന് പറയുന്നതിനെ നമുക്ക് ഗാമ സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്ത് വരും? മൈനസ് ഡെൽ സ്ക്വയർ ഇ എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഗാമ സ്ക്വയർ ഇ എസ്. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും മൈനസ് സൈനെ എലിമിനേറ്റ് ചെയ്യുമ്പം ഡെൽ സ്ക്വയർ ഇ എസ് ഇസ് ഈക്വൽ ടു ഗാമ സ്ക്വയർ ഇ എസ് എന്ന് വരും. ആ ഗാമ സ്ക്വയറിനെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരുമ്പം ഡെൽ സ്ക്വയർ ഇ എസ് മൈനസ് ഗാമ സ്ക്വയർ ഇ എസ് ഇസ് ഈക്വൽ ടു 0. ഇത് മാഗ്നറ്റിക് ഫീൽഡിൽ അപ്ലൈ ചെയ്യുമ്പം ഡെൽ സ്ക്വയർ എച്ച് എസ് മൈനസ് ഗാമ സ്ക്വയർ എച്ച് എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതാണ് നിങ്ങളുടെ വേവ് ഇക്വേഷൻ. ഇതാണ്. ഇനി ഈ വേവ് ഇക്വേഷനകത്ത് നമ്മൾ കണ്ടീഷൻസ് കൊടുക്കാൻ വേണ്ടി ബാക്കി ഡെറിവേഷനിലോട്ട് പോവുകയാണ്. ഗാമയുടെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗാമ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റയാണ്. ഗാമ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്, ആൽഫ അറ്റുനേഷൻ കോൺസ്റ്റൻ്റ് ആണ്, ബീറ്റ ഫേസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം അതിനെ സ്ക്വയർ ചെയ്യുമ്പം ഗാമ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ജെ ബീറ്റ സ്ക്വയർ എന്ന് വരും. അതിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ടൈം എക്സ്പാൻഡ് ചെയ്യുമ്പം ഗാമ സ്ക്വയർ പ്ലസ് ജെ സ്ക്വയർ ബീറ്റ സ്ക്വയർ പ്ലസ് 2j ആൽഫ ബീറ്റ എന്ന് ഗാമ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റ ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം ആൽഫ സ്ക്വയർ പ്ലസ് ജെ സ്ക്വയർ ബീറ്റ സ്ക്വയർ പ്ലസ് 2j ആൽഫ ബീറ്റ എന്ന് വരും. ജെ സ്ക്വയർ -1 ആണ്. ദെർഫോർ ഗാമ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2j ആൽഫ ബീറ്റ എന്ന് വരും. ഇതിനകത്ത് റിയൽ പാർട്ട് മാത്രം കൺസിഡർ ചെയ്യുമ്പം ഗാമ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ. അതിൻ്റെ നെഗറ്റീവ് വാല്യൂ എടുക്കുകയാണെങ്കിൽ എന്താണ്? മൈനസ് ഓഫ് ഗാമ സ്ക്വയർ വരും. അത് ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ എന്ന് വരും. ഓക്കെ. അപ്പം ഇനി നമ്മുടെ ജനറൽ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്താ ഉള്ളത്? ഗാമ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജെ ഒമേഗ മ്യൂ സിഗ്മ പ്ലസ് ജെ സ്ക്വയർ ഒമേഗ സ്ക്വയർ മ്യൂ അബ്സല്യൂട്ട്. റൈറ്റ്? ഇതിനകത്തു നിന്നും ഇതിനെ ഞാൻ മൈനസ് സൈൻ കൊടുക്കുന്നു. മൈനസ് സൈൻ കൊടുക്കുമ്പോഴത്തേക്കും മൈനസ് ഗാമ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ മ്യൂ സിഗ്മ പ്ലസ് ഒമേഗ സ്ക്വയർ മ്യൂ അപ്സിലോൺ എന്ന് വരും. അങ്ങനെ പ്ലസ് വരാൻ കാര്യം ജെ സ്ക്വയർ മൈനസ് ആണ്. ആ മൈനസ് അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത മൈനസ് ഗാമ സ്ക്വയറിൻ്റെ മൈനസും കൂടെ വരുമ്പോഴാണ് പ്ലസ് ഒമേഗ സ്ക്വയർ മ്യൂ അപ്സിലോൺ വന്നത്. അതിൻ്റെ റിയൽ പാർട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്? റിയൽ പാർട്ട് ഓഫ് മൈനസ് ഗാമ സ്ക്വയർ എന്ത് വരും? ഒമേഗ സ്ക്വയർ മ്യൂ അപ്സിലോൺ എന്ന് വരും. റൈറ്റ്? ഇനി നോക്കിക്കേ, ഗാമയുടെ വാല്യൂ വീണ്ടും എടുക്കുക. ഗാമ ഇസ് ഈക്വൽ ടു ജെ ഒമേഗ മ്യൂ സിഗ്മ മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ അപ്സല്യൂൺ എന്ന് വന്നു. ഇനി അതിനെ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും എന്ത് വരുന്നു? എ പ്ലസ് ഐ ബിയുടെ സ്ക്വയർ കാണാൻ വേണ്ടി ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? നമുക്ക് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്കുള്ളത് എന്താണ്? ഒമേഗ സ്ക്വയർ മ്യൂ അപ്സല്യൂൺ. ഐയുടെ സ്ഥാനത്തുള്ളത് ജെ ആണ്. ബിയുടെ സ്ഥാനത്തുള്ളത് ഒമേഗ മ്യൂ
സിഗ്മയാണ്. അപ്പം അതിൻ്റെ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഗാമ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ മ്യൂ റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ അബ്സല്യൂട്ട് സ്ക്വയർ. അതൊരു ഇക്വേഷനാണ്. ഗാമയുടെ റിയൽ പാർട്ട് ഓഫ് ഗാമയുടെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, ഒമേഗ സ്ക്വയർ മ്യൂ അബ്സല്യൂട്ട്. അപ്പോൾ രണ്ട് ഇക്വേഷനുണ്ട്, രണ്ട് അൺനോൺസ് ഉണ്ട്. രണ്ട് അൺനോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫയും ഉണ്ട് ബീറ്റായും ഉണ്ട്. അത് രണ്ടും കൂടെ സോൾവ് ചെയ്തെടുക്കുന്ന എക്സ്പ്രഷൻ വീണ്ടും ലെങ്തിയാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സോൾവ് ചെയ്ത ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങളതങ്ങ് പഠിച്ചാൽ മതി, എളുപ്പമാണ്. ആൽഫയുടെ വാല്യൂയും ബീറ്റയുടെ വാല്യൂയും രണ്ടിനകത്തും ആദ്യം ഒമേഗ, അത് കഴിഞ്ഞ് രണ്ടിനകത്തും റൂട്ടിനകത്ത് ആദ്യത്തെ ടേം മ്യൂ അബ്സല്യൂട്ട് ബൈ 2, ബീറ്റായ്ക്ക് മ്യൂ അബ്സല്യൂട്ട് ബൈ 2, വീണ്ടും റൂട്ട്, അതിനകത്ത് 1 പ്ലസ് സിഗ്മ ഡിവൈഡഡ് ബൈ ഒമേഗ അബ്സല്യൂട്ട് സ്ക്വയർ. ഒന്നിനകത്ത് -1ഉം ഒന്നിനകത്ത് +1ഉം. ഓക്കെ, അപ്പം ഈ ആൽഫയുടെയും ഈ ബീറ്റയുടെയും ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. ഓക്കെ, ഈ ആൽഫയുടെയും ബീറ്റയുടെയും ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഒരു മൈനസ് സൈൻ്റെയും -1ൻ്റെയും +1ൻ്റെയും വ്യത്യാസമേ ഉള്ളൂ. ഇത് വെച്ചാണ് നമ്മൾ ബാക്കി ഡെറിവേഷൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. ഇനി മ്യൂവിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞാൽ മ്യൂ ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ ബീറ്റ, വെയർ ഒമേഗ ഈസ് ഈക്വൽ ടു 2πf ആണ്. ഇനി ഇൻട്രിൻസിക് ഇമ്പിഡൻസ് ഏതിൻ്റെ കേസിലാണ്, ലോസി ഡൈലക്ട്രിക്കിൽ ഇൻട്രിൻസിക് ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ പ്ലസ് ജെ ഒമേഗ അബ്സല്യൂട്ട്. ഇനി ആംഗിൾ തീറ്റ എൻ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ ഡിവൈഡഡ് ബൈ ഒമേഗ അബ്സല്യൂട്ട്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്. മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പം E0 ഡിവൈഡഡ് ബൈ ഇൻട്രിൻസിക് ഇമ്പിഡൻസ് ഈറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് മൈനസ് തീറ്റ എൻ. ഈ 4 ഇക്വേഷനും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി വേണം. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഇക്വേഷനാണ്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയാണ് വേണ്ടുന്നത്. ഓക്കെ, ഒരു വേവ് തന്നു കഴിഞ്ഞാൽ ആ വേവിൻ്റെ തീറ്റ എൻ കാണാനും ഇലക്ട്രിക് ഫീൽഡ് കാണാനും മാഗ്നറ്റിക് ഫീൽഡ് കാണാനും ഇൻട്രിൻസിക് ഇമ്പിഡൻസ് ഈറ്റ കാണാനും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിന് വേണ്ടിയാണ് ഈ 4 ഇക്വേഷൻ. ഇത് 4ഉം ഡിറൈവ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ അതും കൂടെ ആകുമ്പോഴത്തേക്കും ടോപ്പിക്ക് വളരെ ലെങ്തി ആവും. അതുകൊണ്ട് തൽക്കാലം ഈ ഇക്വേഷൻസ് മാത്രം കാണാതെ പഠിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേറൊരു ടേമാണ് സ്കിൻ ഡെപ്ത്. സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒന്നുകിൽ പ്രോബ്ലമായിട്ട് അല്ലെങ്കിൽ തിയറി ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്കിൻ ഡെപ്ത്. അപ്പോൾ സ്കിൻ ഡെപ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡെപ്താണ്, ഒരു ആഴമാണ്. ഒരു മീഡിയത്തിനകത്ത് എത്രമാത്രം ആഴത്തിൽ ഒരു വേവിന് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയും, ആ ആഴത്തിനെ അല്ലെങ്കിൽ ആ ഡെപ്തിനെ പറയുന്ന പേരാണ് എന്താണ്, സ്കിൻ ഡെപ്ത് എന്ന്. ഓക്കെ, അപ്പോൾ സ്കിൻ ഡെപ്ത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദ ഡെപ്ത് ടു വിച്ച് ആൻ EM വേവ് ക്യാൻ പ്രൊപ്പഗേറ്റ് ദ മീഡിയം. ഒരു EM വേവിന് ഒരു മീഡിയത്തിൽ എത്രമാത്രം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും, ആ ഡെപ്തിന് പറയുന്ന പേരാണ് സ്കിൻ ഡെപ്ത് എന്ന്. ഓക്കെ, അപ്പോൾ ആ സ്കിൻ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു, നേരത്തെ പറഞ്ഞ ആൽഫ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ അബ്സല്യൂട്ട് ബൈ 2 ബ്രാക്കറ്റിനകത്ത് 1 പ്ലസ് സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ അബ്സല്യൂട്ട് സ്ക്വയർ -1. ഓക്കെ, ഇനി ഇതിനകത്ത് സിഗ്മ ഡിവൈഡഡ് ബൈ ഒമേഗ എപ്സിലോൺ വലിയൊരു ടേമാണ്, അതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ വലിയൊരു ടേമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 1 എന്ന് പറയുന്ന ഒരു +1 -1 രണ്ടും ക്യാൻസൽ ചെയ്ത് will become alpha is equal to എന്ത് വരും, ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ അബ്സല്യൂട്ട് ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ടിനകത്ത് സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ അബ്സല്യൂട്ട് സ്ക്വയർ. ഇനി റൂട്ട് മാറ്റുമ്പോഴത്തേക്കും എന്താ, അബ്സല്യൂട്ട് സ്ക്വയർ അബ്സല്യൂട്ട് ആകും, വെട്ടിക്കളയേണ്ട രണ്ടും വെട്ടിക്കളഞ്ഞു. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ സിഗ്മ ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്ന് വരും. വെളിയിൽ കിടക്കുന്ന ഒമേഗ റൂട്ടിനകത്താക്കുമ്പോൾ ഒമേഗ സ്ക്വയർ ആവും, അത് രണ്ടും വെട്ടിപ്പോവും. ദെർഫോർ ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ സിഗ്മ മ്യൂ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ സ്കിൻ ഡെപ്ത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ആൽഫയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ എന്താ റെസിപ്രോക്കൽ റൂട്ട് ഓഫ് 2 ഡിവൈഡഡ് ബൈ ഒമേഗ സിഗ്മ മ്യൂ എന്ന് വരും. അപ്പം അവിടെ ഒമേഗയുടെ സ്ഥാനത്ത് 2πf കൊടുക്കുക. പ്രോബ്ലത്തിൽ പലപ്പോഴും എഫ് ആയിരിക്കും തരുന്നത്, അങ്ങനെയാണെങ്കിൽ 2πf ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ദെർഫോർ ഡെൽറ്റ ഈസ് ഈക്വൽ ടു നമുക്കെങ്ങനെ പറയാൻ പറ്റും, 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് πf മ്യൂ സിഗ്മ എന്ന് പറയാൻ പറ്റും. അതാണ് നിങ്ങളുടെ സ്കിൻ ഡെപ്ത്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, പ്രോബ്ലം അല്ലെങ്കിൽ തിയറി ചോദിക്കാറുണ്ട്, സ്കിപ്പ് ചെയ്ത് പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോസി ഡൈലക്ട്രിക്കിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തത് ലോസ്ലെസ് ഡൈലക്ട്രിക് ആണെങ്കിൽ എങ്ങനെ വരും. ഒരു ലോസ്ലെസ് ഡൈലക്ട്രിക്കിനകത്ത് സിഗ്മയുടെ വാല്യൂ വളരെ ചെറുതാണ് ഒമേഗ ഇൻറ്റു എപ്സിലോണിനേക്കാൾ. അത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 വരും. ഇനി അബ്സല്യൂണിൻ്റെ വാല്യൂ അബ്സല്യൂട്ട് 0 ഇൻറ്റു അബ്സല്യൂട്ട് R എന്ന് വരും. മ്യൂവിൻ്റെ വാല്യൂ മ്യൂ 0 ഇൻറ്റു മ്യൂ R എന്ന് വരും.
അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ആൽഫയുടെയും ബീറ്റയുടെയും ഇക്വേഷൻ എടുക്കുക. ആ ഇക്വേഷനകത്ത് ഈ പറഞ്ഞ കണ്ടീഷൻസ് കൊടുക്കുക. ഏതാണ്? സിഗ്മയുടെ വാല്യൂ 0 എടുക്കുക. 0 കൊടുക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ ആൽഫ എന്ന് പറയുന്ന ടേം 0 ആയിട്ട് മാറും. ചെയ്ത് കൊടുത്തു നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. ആൽഫ എന്ന് പറയുന്ന ടേമിനെ നമുക്ക് 0 ആയിട്ട് കിട്ടും. കാരണം എന്തുകൊണ്ടാണ് വരുന്നത്? സിഗ്മ ഡിവൈഡഡ് ബൈ ഒമേഗ ആപ്സിലൂൺ 0 ആണ്. ദെയർഫോർ റൂട്ട് ഓഫ് 1 മൈനസ് 1 എന്ന് പറയുന്നത് 0 ആണ്. 0 ഇൻറ്റു മ്യൂ ആപ്സിലൂൺ ബൈ 2 എന്ന് പറയുന്നത് 0 ആണ്. 0യുടെ റൂട്ട് 0 ആണ്. 0 ഇൻറ്റു വെളിയിൽ കിടക്കുന്ന ഒമേഗയും 0 ആണ്. അതുകൊണ്ട് ആൽഫ ഈസ് ഈക്വൽ ടു 0 വരും. കേട്ടോ, ആൽഫ ഈസ് ഈക്വൽ ടു 0 വരാൻ കാര്യം 1 മൈനസ് 1 ഉള്ളത് കൊണ്ട് അത് രണ്ടും 0 ആയി പോവും. സിഗ്മയും 0 ആയതുകൊണ്ടാണ് ആൽഫയുടെ വാല്യൂ 0 ആവുന്നത്. ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ഇക്വേഷനിൽ 0യുടെ വാല്യൂ കൊടുക്കുക. സിഗ്മയുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ സിഗ്മ ഡിവൈഡഡ് ബൈ ഒമേഗ എപ്സിലോൺ 0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ദെയർഫോർ റൂട്ട് ഓഫ് 1 പ്ലസ് 0 1 ആണ്. 1ൻ്റെ റൂട്ട് 1, 1 പ്ലസ് 1 2 ആണ്. 2ഉം ഡിനോമിനേറ്ററിലുള്ള 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. ദെയർഫോർ ബീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ. ഇപ്പോൾ ലോസ്ലെസ് ഇലക്ട്രിക് ആണെങ്കിൽ അറ്റുനേഷൻ ഫാക്ടർ ആൽഫ 0 ആവും. ഫേസ് കോൺസ്റ്റൻറ്റ് ബീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ ആണ്. ഇനി മ്യൂവിൻ്റെ വാല്യൂ കാണണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒമേഗ ഡിവൈഡഡ് ബൈ ബീറ്റയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ, വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ എന്ന് വരും. ഓക്കെ, അപ്പം ഇവിടെ രണ്ടിടത്തും മ്യൂ ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞാൽ വരുന്നത് മ്യൂ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് അഗെയിൻ ഡിനോമിനേറ്ററിൽ മ്യൂ എപ്സിലോൺ ആണ്. അപ്പം നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒന്നിന് എന്താണ് മ്യൂ ഡാഷ് എന്ന് കൊടുക്കാം. ഓക്കെ, മ്യൂ ഡാഷ് എന്ന് കൊടുത്തോണം, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ആകും. മ്യൂ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു വാല്യൂ മാറ്റി കൊടുത്താൽ മതി, വേറൊരു പേര് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇവിടെയും ഇൻട്രിൻസിക് ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ എന്താ? ജനറൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ. അവിടെയും സിഗ്മയുടെ വാല്യൂ 0 ആവുന്നതുകൊണ്ട് എന്ത് പറ്റും? ഡിനോമിനേറ്ററിലുള്ള രണ്ടാമത്തെ ടേം പോകും. ദെയർഫോർ ഇൻട്രിൻസിക് ഇംപെഡൻസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ എപ്സിലോൺ എന്ന് വരും. ജെ ഒമേഗ ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് പോകും. ദെയർഫോർ വി വിൽ ഗെറ്റ് റൂട്ട് ഓഫ് മ്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ എന്ന് വരും. അതുപോലെ ആംഗിൾ തീറ്റ എൻ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ ഡിവൈഡഡ് ബൈ 2 ഒമേഗ എപ്സിലോൺ ആണ്. അപ്പം സിഗ്മയുടെ വാല്യൂ 0 കൊടുക്കും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 0 ആണ്. അപ്പോൾ തീറ്റ എൻ ഈസ് ഈക്വൽ ടു 0 തന്നെ കിട്ടും. റൈറ്റ്. ഇനി മൂന്നാമത്തത് ഒരു ഫ്രീ സ്പേസിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ആദ്യത്തത് ലോസി ഡൈലക്ട്രിക് പറഞ്ഞു, രണ്ടാമത്തത് ലോസ്ലെസ് ഡൈലക്ട്രിക് പറഞ്ഞു, മൂന്നാമത്തത് ഫ്രീ സ്പേസിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഫ്രീ സ്പേസിൽ നിങ്ങൾ കൊടുക്കേണ്ട സിഗ്മയുടെ വാല്യൂ 0 കൊടുക്കുന്നു, അപ്സിലോണിൻ്റെ വാല്യൂ അപ്സിലോൺ 0 കൊടുത്തു, മ്യൂവിൻ്റെ വാല്യൂ മ്യൂ 0 കൊടുത്തു. അപ്പോൾ നേരത്തെ പറഞ്ഞ ആൽഫയുടെയും ബീറ്റയുടെ ഇക്വേഷൻ വീണ്ടും എഴുതുന്നു. അതിനകത്തോട്ട് ഈ കണ്ടീഷൻസ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബീറ്റയുടെ വാല്യൂ വീണ്ടും എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ ഇൻറ്റു അപ്സിലോൺ വരും. ഇവിടെ മ്യൂവിൻ്റെ വാല്യൂ മ്യൂ 0, അപ്സിലോണിൻ്റെ വാല്യൂ അപ്സിലോൺ 0. Therefore ബീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ 0 എപ്സിലോൺ 0 എന്ന് വരും. ഇവിടെയും മ്യൂവിൻ്റെ വാല്യൂ വീണ്ടും എന്താ പെർമിറ്റിവിറ്റി ഫ്രീ സ്പേസിൻ്റെ കേസിൽ എന്താ മ്യൂ ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ 0 എപ്സിലോൺ 0. അതിനകത്തുനിന്ന് ഒമേഗ ക്യാൻസൽ ചെയ്യുമ്പോൾ 1 ബൈ റൂട്ട് ഓഫ് മ്യൂ 0 എപ്സിലോൺ 0 വരും. അപ്പം ഇത് ഓരോന്നിൻ്റെ കേസിലും പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഫ്രീ സ്പേസിൽ മ്യൂവിൻ്റെ വാല്യൂ എത്ര, ബീറ്റയുടെ വാല്യൂ എത്ര, ആൽഫയുടെ വാല്യൂ എത്ര എന്ന് പ്രോബ്ലത്തിൽ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓരോ കണ്ടീഷനിലുള്ള ആൽഫയുടെയും ബീറ്റയുടെയും മ്യൂവിൻ്റെയും വാല്യൂ, ഇൻട്രിൻസിക് ഇംപെഡൻസ്, ഈറ്റയുടെയും വാല്യൂ, ഇക്വേഷൻസ് ഒരു ടാബുലാർ കോളത്തിൽ പഠിച്ചു വെക്കുക. അപ്പം പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം എടുത്ത് ഉപയോഗിക്കാം. ഇനി 1 ബൈ റൂട്ട് ഓഫ് മ്യൂ 0 എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു സി ആണ്. ഓക്കെ, അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലാംഡയുടെ വാല്യൂ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഏത് പ്രോബ്ലം ചോദിച്ചാലും ലാംഡ ഈസ് ഈക്വൽ ടു 2 പൈ ഡിവൈഡഡ് ബൈ ബീറ്റ. ഓക്കെ, ബീറ്റയുടെ വാല്യൂ ഓരോ കേസിലും നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ആ കണ്ടുപിടിക്കുന്ന വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ലാംഡയുടെ കേസ് എല്ലാ കേസിലും ജനറൽ ഇക്വേഷനാണ് 2 പൈ ഡിവൈഡഡ് ബൈ ബീറ്റ. ബീറ്റ നിങ്ങൾ ഓരോ കേസിലും വ്യത്യാസമായിരിക്കും. റൈറ്റ്. ഇൻട്രിൻസിക് ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ ജനറൽ ഇക്വേഷൻ റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ. അതിനകത്ത് മ്യൂവിൻ്റെ വാല്യൂ മ്യൂ 0, എപ്സിലോണിൻ്റെ വാല്യൂ എപ്സിലോൺ 0, സിഗ്മയുടെ വാല്യൂ 0 ഇട്ട് കഴിയുമ്പോഴത്തേക്കും റൂട്ട് ഓഫ് മ്യൂ 0 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 വിച്ച് ഈസ് ഈക്വൽ ടു 120 പൈ അല്ലെങ്കിൽ 377 ഓം. ഓക്കെ, ഇവിടെയും തീറ്റ എന്നിൻ്റെ വാല്യൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാൻ ഇൻവേഴ്സ് സിഗ്മ ഡിവൈഡഡ് ബൈ നേരത്തെ ഇക്വേഷൻ തന്നെ ടാൻ ഇൻവേഴ്സ് സിഗ്മ ഡിവൈഡഡ് ബൈ 2 ഒമേഗ ഇൻറ്റു അപ്സിലോൺ ആണ്. ഇവിടെയും എന്താണ് സിഗ്മയുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ തീറ്റ എൻ ഈസ് ഈക്വൽ ടു 0.
ഇവിടെയും ഇയുടെ ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു E0 കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്. കാരണം എന്തുകൊണ്ടാണ്? തീറ്റ എന്നിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട്. അപ്പം ഏത് കേസ് ആയാലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു E0 കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്. എച്ച് ഈസ് ഈക്വൽ ടു H0 കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് മൈനസ് തീറ്റ എൻ ആണ് ജനറൽ ഫോമിൽ. ഇവിടെ തീറ്റ എന്നിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ടാണ് നമ്മൾ അതിലോട്ട് പോകാത്തത്. സാധാരണ രീതിയിൽ ഒരു മൈനസ് തീറ്റ എന്നും കൂടെ എച്ചിൻ്റെ ഇക്വേഷനകത്ത് കാണും. ഇനിയും E0 ഉണ്ട്, അതിനകത്ത് നിന്ന് H0 എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ E0 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഇൻട്രിൻസിക് ഇമ്പിഡൻസ് ഈറ്റ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് H0 കിട്ടും. ഇതൊക്കെ പ്രോബ്ലത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്, റൈറ്റ്. ഇനി നാലാമത്തത് പ്ലെയിൻ വേവ് ഇൻ ഗുഡ് കണ്ടക്ടർ. ഒരു ഗുഡ് കണ്ടക്ടറിൽ എങ്ങനെയാണ് പ്ലെയിൻ വേവിൻ്റെ പ്രൊപ്പഗേഷൻ? അവിടെയും നിങ്ങൾ കണ്ടുപിടിക്കേണ്ട വാല്യൂസ് ആൽഫ, ബീറ്റ, മ്യൂ, ഇൻട്രിൻസിക് ഇമ്പിഡൻസ്, ഇക്വേഷൻ, റൈറ്റ്. അപ്പം അവിടെ എന്താ സിഗ്മയുടെ വാല്യൂ ഇൻഫിനൈറ്റ് കൊടുത്തു, ആപ്സിലോണിൻ്റെ വാല്യൂ ആപ്സിലോൺ 0 കൊടുത്തു, മ്യൂവിൻ്റെ വാല്യൂ മ്യൂ 0 മ്യൂ ആർ കൊടുത്തു. ഇക്വേഷനകത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ഇക്വേഷൻ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ആൽഫയും ബീറ്റയും രണ്ടിൻ്റെയും വാല്യൂ റൂട്ട് ഓഫ് ഒമേഗ മ്യൂ അപ്സിലോൺ ബൈ 2. ഇത് ഇക്വേഷൻ കാണാൻ പഠിച്ചാൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലും ഇത് തന്നെ കിട്ടും. ഇനി ഒമേഗയുടെ വാല്യൂ 2πf ആണ്. അത് കൊടുക്കുമ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2πf ഇൻറ്റു മ്യൂ ഇൻറ്റു അപ്സിലോൺ ബൈ 2. 2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ റൂട്ട് ഓഫ് πf മ്യൂ അപ്സിലോൺ എന്ന് വരും. ഇനി ഇവിടെയും പെർമിറ്റിവിറ്റി മ്യൂവിൻ്റെ വാല്യൂ ഒമേഗ ബൈ ബീറ്റയാണ്. അപ്പോൾ ഒമേഗ എഴുതി, ബീറ്റയുടെ സ്ഥാനത്ത് റൂട്ട് ഓഫ് എങ്ങനെയാണ് ഒമേഗ മ്യൂ സിഗ്മ ഡിവൈഡഡ് ബൈ 2 കൊടുത്തു. ഒന്ന് താഴെ റൂട്ട് ഓഫ് ഒമേഗ, മേളി ഒമേഗയാണ്, അതിനെ റൂട്ട് ഒമേഗ ഇൻറ്റു റൂട്ട് ഒമേഗ കൊടുക്കാം. ക്യാൻസൽ ചെയ്യേണ്ട റൂട്ട് ഒമേഗയും ക്യാൻസൽ ചെയ്തു. ശേഷിച്ചത് സോൾവ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2 ഒമേഗ ഡിവൈഡഡ് ബൈ മ്യൂ എപ്സിലോൺ എന്ന് വന്നു. അതുപോലെ തന്നെ ഇൻട്രിൻസിക് ഇമ്പിഡൻസിൻ്റെ ജനറൽ ഇക്വേഷൻ ഈറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സിഗ്മയുടെ വാല്യൂ ഇൻഫിനൈറ്റ് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈറ്റ ഈസ് ഈക്വൽ ടു ജെ റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ മാത്രമാണ്. കാരണം അതൊരു വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് മറ്റേതിനെ നമ്മൾ നിഗ്ലക്റ്റ് ചെയ്യുന്നു. ഇനി തീറ്റ എൻ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ ഡിവൈഡഡ് ബൈ 2 ഒമേഗ എപ്സിലോൺ. ഇവിടെയും സിഗ്മയുടെ വാല്യൂ ഇൻഫിനൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ടാൻ ഇൻവേഴ്സ് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 45 ആണ്. ദെയർഫോർ ഇ ലീഡ്സ് എച്ച് ബൈ 45. അതായത് ഇയുടെ വാല്യൂ നേരത്തെ പറഞ്ഞ E0 ഇൻറ്റു സ്മോൾ ലെറ്റർ ഇ ഇൻറ്റു ആൽഫ ഇസഡ് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്. എച്ച് വരുമ്പോൾ നേരത്തെ കേസിൽ തീറ്റ എണ്ണിൻ്റെ വാല്യൂ 0 ആയിരുന്നു. ഇവിടെ 45 ആയതുകൊണ്ട് എച്ച് ഇസ് ഈക്വൽ ടു H0യ്ക്ക് പകരം എന്തോ കൊടുത്തു? E0 ഡിവൈഡഡ് ബൈ ഇൻട്രിൻസിക് ഇമ്പിഡൻസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് മൈനസ് തീറ്റ എൻ. ഇവിടെ തീറ്റ എന്നിൻ്റെ വാല്യൂ 45 ആയതുകൊണ്ട് 45 കൊടുത്തു. ഈ 4 കേസാണ് പ്രൊപ്പഗേഷൻ ഓഫ് പ്ലെയിൻ വേവ്സ് ത്രൂ 4 ഡിഫറെൻറ്റ് മീഡിയം: ലോസി ഡൈലക്ട്രിക്, ലോസ്ലെസ് ഡൈലക്ട്രിക്, ഫ്രീ സ്പേസ്, ഗുഡ് കണ്ടക്ടർ. അതുകൂടാതെ സ്കിൻ ഡെപ്ത്. ഇത്രയാണ് ഈ പോർഷനകത്തുനിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അതുകൂടാതെ ജനറലായിട്ട് വരുന്ന പല സബ്ജക്റ്റിലും കയറി വരുന്ന എയ്റ്റിക്കകത്തുകൊണ്ട് പല സബ്ജക്റ്റിലും ഇനി അങ്ങോട്ടുള്ള സെമസ്റ്ററി വരുന്ന ഒരു വാക്കാണ് ഫേസ് വെലോസിറ്റി ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി, റൈറ്റ്. അത് ഈ ഗ്രൂപ്പ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം പറഞ്ഞാൽ നോക്കി, ഒരു എ എം വേവിന്, അതാണ് ഇതിനകത്ത് ഫിഗർ ഉണ്ട്, ഒരു എ എം വേവിനെ നമ്മൾ വരയ്ക്കും അല്ലേ, ഒരു എൻവലപ്പ് എന്ന് പറഞ്ഞ് വരയ്ക്കും. ഈ എ എം വേവിൻ്റെ മൊത്തം എൻവലപ്പും കൂടെ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പം ഈ എൻവലപ്പിൻ്റെ വെലോസിറ്റി എന്താണോ ആ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഫേസ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ആ ഫേസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡോ ഒമേഗ ഡിവൈഡഡ് ബൈ ഡോ ബീറ്റ, ഡെറിവേറ്റീവ് ഓഫ് ഒമേഗ ഡിവൈഡഡ് ബൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ബീറ്റ. അതാണ് ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഫേസ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൊത്തം എൻവലപ്പിനകത്തും ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് അല്ലേ. ഈ വേവിനകത്ത് എ എം വേവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ എ എം വേവ് വരയ്ക്കുമ്പം ഒരുപാട് പോർഷൻസ് പോസിറ്റീവിലും ഉണ്ട്, കുറേ പോർഷൻസ് നെഗറ്റീവിലും ഉണ്ട്. അങ്ങനെയുള്ള ഒരു നെഗറ്റീവിലുള്ള പോർഷനാണ് എ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ആ എക്ക് ഡൗൺ ആയിട്ട് താഴോട്ട് പോകുന്ന ഡിപ്പ് പോർഷൻസിനെല്ലാം പറയുന്ന പേര് ക്രസ്റ്റ് എന്നും, മുകളിലുള്ള പൊങ്ങിയിരിക്കുന്ന പോർഷൻസിന് പറയുന്ന പേരും ട്രഫ് എന്നുമാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ക്രസ്റ്റോ ഏതെങ്കിലും ഒരു ട്രഫോ നമ്മൾ ഇമാജിൻ ചെയ്യുക. ഇവിടെ ഞാൻ ഇമാജിൻ ചെയ്തേക്കുന്നത് ക്രസ്റ്റ് എ ആണ്. ഈ ക്രസ്റ്റ് എ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെലോസിറ്റി എന്താണോ ആ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്? ഫേസ് വെലോസിറ്റി. അപ്പോൾ ആ ഫേസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ മ്യൂ പി ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ ബീറ്റയാണ്. ഓക്കെ, അപ്പം ഗ്രൂപ്പ് വെലോസിറ്റി എന്താ? വെലോസിറ്റി ബൈ വിച്ച് ദ എൻറ്റയർ എൻവലപ്പ് മൂവ് ചെയ്യുന്നത്. ഫേസ് വെലോസിറ്റി എന്താ? ഇറ്റ് ഈസ് ദ വെലോസിറ്റി ബൈ വിച്ച് എ പർട്ടിക്കുലർ ക്രസ്റ്റ് ഓർ എ ട്രഫ്, ഏതെങ്കിലും ക്രസ്റ്റോ ഏതെങ്കിലും ട്രഫോ ഒന്ന് മാത്രം മൂവ് ചെയ്യുന്ന അതിൻ്റെ സ്വന്തം വെലോസിറ്റിക്ക് പറയുന്ന പേരാണ്
എന്ത് ഫേസ് വെലോസിറ്റി, ഒന്ന് ഒമേഗ ബൈ ബീറ്റ ആണെങ്കിൽ മറ്റേത് ഡോ ഒമേഗ ബൈ ഡോ ബീറ്റ. ഇത്രയാണ് തിയറി പോർഷൻ. അടുത്ത നമ്മൾ പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. പ്രോബ്ലം അത്രയും ഡിസ്ക്രിപ്ഷൻസിൻ്റെ ഒന്നും കാര്യമില്ല, നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ബാക്കി മനസ്സിലാവും. അപ്പോൾ ആദ്യത്തത് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ ഫ്രീ സ്പേസ് ഈസ് ഗിവൺ ബൈ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇ ഈസ് ഈക്വൽ ടു 50 കോസ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ, കാൽക്കുലേറ്റ് ബീറ്റ ആൻഡ് ടൈം ടേക്കൺ ഫോർ ട്രാവലിംഗ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ 10⁸ എന്ന് പറയുന്നത്, അപ്പോൾ ജനറൽ ഇക്വേഷൻ എന്താ? ഇയുടെ ഇ ഈസ് ഈക്വൽ ടു E0 കോസ്, എങ്ങനെയായിരുന്നു പറഞ്ഞത്? E0 കോസ് ബീറ്റ ഇസഡ് അല്ലേ. അപ്പം ഇതിനകത്തുനിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, ബീറ്റയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു 10⁸ ആണ്. ബീറ്റയുടെ വാല്യൂ 10⁸ ആണ്. ഇനി ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു പോസിറ്റീവ് സൈൻ വെച്ചാൽ, ദാറ്റ് ഇംപ്ലിക്കേറ്റ് ദ വേവ് ഈസ് ട്രാവലിംഗ് ഇൻ -x ഡയറക്ഷനിലാണ്, -x ഡയറക്ഷനിലാണ്. അതേസമയം അകത്ത് ഒരു മൈനസ് സൈൻ വെച്ചാണ് രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്യുന്നതെങ്കിൽ +x ഡയറക്ഷനിലായിരിക്കും. ഇത് -x ഡയറക്ഷനിലാണ്. ഓക്കെ, ഇനി ബീറ്റയുടെ വാല്യൂ എന്താ? ബീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ സി എന്നുണ്ട്. ഇനി ഒമേഗയുടെ വാല്യൂ 10⁸ ആണ്, സിയുടെ വാല്യൂ 3 × 10⁸. അപ്പോൾ ബീറ്റ ഫോർ ദ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 1/3 ആണ്. ഇനി ടൈം ടേക്കൺ ഫോർ എ വേവ് ടു ട്രാവൽ, അതാണ് ടി, വിച്ച് ഈസ് ഈക്വൽ ടു 2π/ω ആണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ടൈം ടേക്കൺ ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് λ/2, ദെയർഫോർ ദ ടൈം ഈസ് ഈക്വൽ ടു T/2. അപ്പം 2π/ω ഇൻറ്റു 1/2, അപ്പം π/ω എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു π ഇൻറ്റു ഒമേഗയുടെ വാല്യൂ 10⁸ ആണ്, ദെയർഫോർ 31.42 നാനോ സെക്കൻഡ്. ഇനി സ്കെച്ച് ദ വേവ് ഫോം അറ്റ് t ഈസ് ഈക്വൽ ടു 0, t ഈസ് ഈക്വൽ ടു T/4, t ഈസ് ഈക്വൽ ടു T/2. അപ്പോൾ ആദ്യം ജനറൽ ഇക്വേഷൻ എടുക്കുക. ഇ ഈസ് ഈക്വൽ ടു 50 കോസ് 10⁸ പ്ലസ് ബീറ്റ എക്സ്. അപ്പോൾ ഇതിനകത്ത് ടിയുടെ വാല്യൂ, അതായത് 10⁸ കൂടെയുള്ള ടിയുടെ വാല്യൂ 0 ഇട്ട് കൊടുത്തു, 50 കോസ് ബീറ്റ എക്സ്. അപ്പം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ബീറ്റ എക്സ് എന്നും പറഞ്ഞ ഒരു ടേമിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ടി ഈസ് ഈക്വൽ ടു T/2 കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? 50 കോസ് ഒമേഗ ഇൻറ്റു T/2ൻ്റെ വാല്യൂ എന്താ? π/ω പ്ലസ് ബീറ്റ എക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു 50 കോസ് ബീറ്റ എക്സ് പ്ലസ് പൈ. അപ്പം ഇനി കോസ് ബീറ്റ എക്സ് പ്ലസ് പൈ ഈസ് ഈക്വൽ ടു സൈൻ ബീറ്റ എക്സ്, ദെയർഫോർ -50 സൈൻ ബീറ്റ എക്സ് എന്ന് വന്നു. ഇനി ടി ഈസ് ഈക്വൽ ടു T/4 കൊടുക്കുമ്പം ഇ ഈസ് ഈക്വൽ ടു 50 കോസ് ഒമേഗ ഇൻറ്റു 2π/4 ഒമേഗ പ്ലസ് ബീറ്റ എക്സ്. അതിനകത്തുനിന്ന് 50 കോസ് ബീറ്റ എക്സ് പ്ലസ് π/2. അപ്പം കോസ് ബീറ്റ എക്സ് പ്ലസ് π/2 ആയതുകൊണ്ട് -50 കോസ് ബീറ്റ എക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തത് ടി ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത് ഒരു കോസ് വേവിനെ വരയ്ക്കണം. ഇനി ടി ഈസ് ഈക്വൽ ടു T/2 വരുമ്പോൾ നമ്മൾ ഒരു മൈനസ് സൈൻ വേവിനെ വരയ്ക്കണം. മൂന്നാമത് ടി ഈസ് ഈക്വൽ ടു T/4 വരുമ്പോഴും നമ്മൾ മൈനസ് കോസ് വേവിനെ വരയ്ക്കണം. അങ്ങനെയുള്ള 3 വേവാണ് ഈ കാണിച്ചിട്ടുള്ളത്. റൈറ്റ്, ആദ്യത്തത് ഒരു കോസ് വേവ്, രണ്ടാമത്തത് സൈൻ വേവ്, നെഗറ്റീവിൽ നിന്ന് തിരിച്ചു വരുന്ന സൈൻ വേവ്, മൂന്നാമത്തത് മൈനസ് കോസ് വേവ്. അപ്പോൾ ആദ്യത്തെ കോസ് വേവിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെയാണ് 3 വേവ് ഫോം വരച്ചിട്ടുള്ളത്. അത്രയും ലെങ്തി പ്രോബ്ലം ഒന്നും ചോദിക്കില്ല എന്ന് വിശ്വസിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ ലോസി ഡൈലക്ട്രിക് ഹാസ് ആൻ ഇൻട്രിൻസിക് ഇമ്പിഡൻസ് തന്നിട്ടുണ്ട് 200∠30. അപ്പോൾ θn ആണ് 30 അറ്റ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഒമേഗ. If at that frequency the plane wave is propagating through the dielectric has magnetic field component തന്നിട്ടുണ്ട്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് കമ്പണൻ്റ് ആണ് H, ഇലക്ട്രിക് ഫീൽഡ് കമ്പണൻ്റ് ആണെങ്കിൽ E ആണ്. റൈറ്റ്, ഇനി E/H ആണ് നമ്മുടെ ഇൻട്രിൻസിക് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് ഇമ്പിഡൻസ് 200∠30 ഉണ്ട്. അപ്പോൾ E0/H0 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 200∠30. അപ്പോൾ E0 ഈസ് ഈക്വൽ ടു H0 ഇൻറ്റു 200∠30 എന്നുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇപ്പോൾ എന്താണ് H0യുടെ വാല്യൂ തന്നിട്ടുണ്ട്. H ഈസ് ഈക്വൽ ടു H0 എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ H0യുടെ വാല്യൂ 10 ആണ്. അപ്പോൾ E0 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 200∠30, വിച്ച് ഈസ് ഈക്വൽ ടു 2000∠30 എന്ന് പറയാം. ഇനി ബീറ്റയുടെ വാല്യൂ എക്സിൻ്റെ കൂടെ കിടക്കുന്നതാണ് ബീറ്റയുടെ വാല്യൂ. ബീറ്റയുടെ വാല്യൂ നമുക്ക് 1/2 എന്ന് തന്നിട്ടുണ്ട്. ബീറ്റയുടെ വാല്യൂ 1/2 തന്നിട്ടുണ്ട്. ഇനി E0യുടെ വാല്യൂ 2000∠30 എന്നും തന്നിട്ടുണ്ട്. ഇനി ആംഗിൾ 30യുടെ ജനറൽ ഇക്വേഷൻ ആംഗിൾ 30 ഈസ് ഈക്വൽ ടു e⁻π/6 ആണ്. ആംഗിൾ 30 ഈസ് ഈക്വൽ ടു e⁻π/6 ആണ്. അപ്പം E0യുടെ ജനറൽ ഇക്വേഷൻ E0 ഈസ് ഈക്വൽ ടു 2000 e⁻π/6 എന്ന് നമുക്ക് പറയാൻ പറ്റും.